കൂട്ടുകാരെ എല്ലാവർക്കും പിങ്കി വിയ വ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഞണ്ട് ബിരിയാണിയാണ് കേട്ടോ. ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഞണ്ട് ബിരിയാണി നമ്മൾ ക്രിസ്മസ് അല്ലേ വരുന്ന, അടുത്ത ഞായറാഴ്ച ക്രിസ്മസ് ആണ്. അപ്പൊ ആ ക്രിസ്മസിന് നമുക്ക് ചിക്കനൊക്കെ തക്കാലം ഒന്ന് മാറ്റി പിടിച്ചിട്ട് ചിക്കൻ കൂട്ടിക്കോ, എന്നാലും ഒരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് ഞണ്ട് ബിരിയാണിയും കൂടെ കഴിക്കാം. അപ്പം എല്ലാവർക്കും എന്റെ വക ക്രിസ്മസിനൊരു അടിപൊളി ഞണ്ട് ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാം. അത് മാത്രമല്ല, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമുക്ക് നേരെ പോയി ഞണ്ട് ബിരിയാണി ഉണ്ടാക്കണ കണ്ടിട്ട് വരാം. അപ്പൊ കൂട്ടുകാരെ, നമ്മളിതാ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വേണ്ട ബിരിയാണി റൈസൊക്കെ വേവിച്ച് വെച്ചേക്കാണ്. ഇതെങ്ങനെയാ വേവിച്ചതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. നമ്മള് ബിരിയാണി റൈസ് ഏത് തന്നെ ആയാലും നല്ല രീതിയിൽ ഒന്ന് കഴുകി ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം എടുത്ത് കലത്തി തിളപ്പിക്കാൻ വെച്ച് അത് വെള്ളത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നാരങ്ങ നീര്, കുറച്ച് ഉപ്പ്, കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു എന്നിവയെല്ലാം കൂടെ ഇട്ട് അതിനകത്തേക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ റൈസ് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിയുടെ ആ ഒരു വേവ് വരുവും അറിയാമല്ലോ. അത് കഴിയുമ്പോൾ നമ്മൾ കോരി ഊറ്റി വെച്ചേക്കാണ്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ റൈസ് ഞാൻ റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് എങ്ങനെ ഞണ്ട് റോസ്റ്റ്, അതായത് ഞണ്ട് റോസ്റ്റ് അല്ല, ഞണ്ട് ബിരിയാണിക്ക് ആവശ്യമായ ഞണ്ട് എങ്ങനെ നമുക്കൊന്ന് കൂട്ട് ആക്കിയെടുക്കാമെന്ന് നോക്കാം. കൂട്ടുകാരെ, ഇതാ ആദ്യം തന്നെ നമ്മുടെ ഞണ്ട് ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങൾ പരിചയപ്പെടുത്താം. ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞണ്ട് ബിരിയാണി ഇവിടെ ഉണ്ടാക്കുന്നത്. അന്നേരം അതിനാവശ്യമായിട്ടുള്ള ഒരു 2 ക്യാരറ്റ് എടുത്ത് അരിഞ്ഞിട്ടുണ്ട്, ഒരു 3-4 ബീൻസ് എടുത്ത് കുഞ്ഞായി അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു ഇതിൻ്റെ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞണ്ട് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അടിപൊളി ഫ്രഷ് ഞണ്ടുണ്ട്. പിന്നെ ഒരു 3 സവാള നല്ല രീതിയിൽ അരിഞ്ഞു വെച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ വേണ്ട ആവശ്യത്തിന് മുളക് പൊടി ഒരു 3 സ്പൂൺ, അതായത് ഒരു ചെറിയ 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഒരു സ്പൂൺ ഇട്ടു, 2 ഇട്ടു, സെയിം മുളക് പൊടിയുടെ അതേ അളവും തന്നെ മല്ലിപ്പൊടി ഇട്ടു. ഇതിന് ശേഷം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇടുവാണേ. അതെ, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതേ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കണ്ടോ. കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇടാം, വേണമെങ്കിൽ എന്നല്ല, കുരുമുളക് പൊടി തീർച്ചയായിട്ടും ഇടണം. ഇപ്പൊ എൻ്റെ കയ്യിൽ തക്കാലം കുരുമുളക് പൊടി ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത്രയും മസാലക്കൂട്ടുകളെ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂട്ടുകാരെ, നമുക്ക് നമ്മളുടെ ഞണ്ട് ബിരിയാണിക്ക് കുറച്ച് സവാള നമുക്ക് ഒന്ന് മൂപ്പിച്ച്, അതായത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് എടുക്കണം. അതിനായിട്ട് ഞാൻ വേറൊരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ആ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് കുറച്ച് സവാള ഡെക്കറേഷൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഡെക്കറേഷനുള്ള സവാള കുറച്ച് മതി. അത് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പയ്യെ ഫ്രൈ ചെയ്തെടുക്കാം. കൂട്ടുകാർ, താണ്ട നമ്മളുടെ ഡെക്കറേഷനായിട്ടുള്ള സവാള ഇങ്ങനെ നല്ല രീതിയിൽ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചൂടായ ഉരുളിയിലേക്ക് ആവശ്യമായ രീതിയിലുള്ള എണ്ണ, ഇത്ര എണ്ണ മതി, എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ആവശ്യമായ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഈ നേരം കൊണ്ട് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഈ പൊട്ടുന്ന എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ പച്ചമുളകും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ ചൂടായ എണ്ണയ്ക്കകത്തേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു ഗുണം മൊത്തം എണ്ണയ്ക്കകത്ത് ഇറങ്ങും. അപ്പോൾ ആ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കറിവേപ്പിലയും സവാളയും ഇട്ട് കൊടുക്കാം. ഉപ്പ്, ഇതിനകത്ത് തന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. അങ്ങനെ നല്ലപോലെ വാടി കിട്ടും നമുക്ക്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കുക. ആ നേരം കൊണ്ട് നമ്മളത് ഇവളുടെ എല്ലാം ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇത്രയാ ഒരു ഇത് മതി. എണ്ണയ്ക്കകത്ത് കിടന്നങ്ങ് വേവുക കേട്ടോ. പ്രത്യേക ടേസ്റ്റാണത്. അപ്പോൾ അതിൻ്റെ തീ ഞാനൊന്ന് ഓഫ് ചെയ്യുക. അത് നമുക്ക് പോരാ. താണ്ടേ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വാടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതെല്ലാം കൂടെ ഞാൻ ഇങ്ങോട്ടൊന്ന് ഒതുക്കുവാണേ. അതായത് ഇതിൻ്റെ ഒരറ്റത്തേക്കൊന്ന് ഒതുക്കി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഒതുക്കി കൊടുക്കുക. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളുണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇതിനകത്ത് തക്കാളിയില്ല, നിങ്ങൾ എന്തായാലും ഇടണം കേട്ടോ. അപ്പം അത് ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ എണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി ഇവന്മാരെയും കൂടെ അങ്ങോട്ട് എടുക്കുക. വേണ്ടേ ഈ ഇതിനകത്തേക്ക് നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മളെ ഞണ്ടാണ്. ആദ്യം അതിൻ്റെ ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞണ്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. നല്ല രീതിയിൽ മസാലയൊക്കെ പിടിക്കുന്ന കണക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതായത് ഞണ്ടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് മസാല പിടിക്കണം. ഞണ്ടിൻ്റെ വെള്ളം ഒന്ന് ഊറി ഇറങ്ങട്ടെ. അപ്പോൾ കൂട്ടുകാരെ താണ്ട നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇങ്ങനെ കിടന്ന് വെന്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഞണ്ട് ബിരിയാണി ആവാനുള്ള ഞണ്ടാണിത്. അപ്പോൾ താണ്ടെ ആ കാണുന്ന വെള്ളത്തിനകത്ത് അതിൻ്റെ വെള്ളം ഇതിന് ശകലം വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പം ബാക്കിയൊക്കെ എൻ്റെ വെള്ളമാണ്. നല്ല രീതിയിൽ ഊറി ഒന്ന് പറ്റി പിടിക്കട്ടെ, നല്ലൊന്നും വേവട്ടെ. ആ നേരത്തിന് നമുക്കിവിടെ കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ സ്പെഷ്യൽ ഞണ്ട് ബിരിയാണിയാണ്. അതായത് എൻ്റെ ഒരു രീതിയിലുള്ള ഞണ്ട് ബിരിയാണിയാണിത്. അപ്പോൾ താണ്ടെ നമ്മളുടെ ഉരുളി ചൂടാവുന്നുണ്ട്. ഈ ചൂടായ ഉരുളിയിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് ഇട്ട് വെച്ചിരുന്നില്ലേ, അതെല്ലാം എണ്ണയ്ക്കകത്ത് കോരി വെച്ചിരുന്ന അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാര്യം അതിനകത്ത് എണ്ണ ഒഴിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് നല്ല രീതിയിൽ എണ്ണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എണ്ണ ഒഴിക്കാനത്. കണ്ടോ, അപ്പം നല്ല എണ്ണ ആയതുണ്ടോ. അപ്പം ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ദാണ്ടേ ഞാൻ നമ്മുടെ ഞണ്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനൊരു ഇച്ചിരി മസാല കൂടുതൽ വെച്ചിട്ടുണ്ട്. കാര്യം ഇത്തിരി മസാല കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ദാണ്ടേ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിൻ്റെ ലെയറിനെ നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കൊടുത്തിട്ടുണ്ട്. ഈ ലെയറിനകത്തേക്ക് വേണം നമ്മുടെ ഞണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. കൂട്ടുകാരെ താണ്ടെ ഞാൻ നമ്മുടെ ഞണ്ട് ബിരിയാണി സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ ആ ഞണ്ടുകളെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ലെയർ ആക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ, അതായത് ഒരു ഫ്രൈഡ് റൈസും ബിരിയാണിയുടെ ഇതും എല്ലാം കൂടെ ചേർന്നിട്ട് മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആൻഡ് മിക്സ്ഡ് ബിരിയാണിയാണ് ഞണ്ടിൻ്റെ കേട്ടോ. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ഡെക്കറേഷനായിട്ട് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താണ്ടെ നമ്മളെ ഞണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ വാഴയിലക്കകത്തൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാൻ പോവാണ് കേട്ടോ. താണ്ടെ ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ആ വാഴയില ഒന്ന് മൂടാൻ പോവാണ്. അതായത് ആ വാഴയില ഒന്ന് ആ ആവി കയറി അതിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം സ്മെല്ലായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അന്ന് സെറ്റ് അവിടെ ചെറിയ തീയെ വെച്ചിട്ടുള്ളൂ. സെറ്റായതിനു ശേഷം നമുക്ക് കാണാം. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ അടിപൊളി ഞണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ നേരത്തെ ഞാൻ നേരുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും നമ്മളുടെ ഈ ക്രിസ്മസിന് ഞങ്ങളുടെ ഞണ്ട് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലേ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.